കഴിക്കുമ്പോ നിനക്ക് മനസ്സിലാവും ആരാ ഉണ്ടാക്കിയെന്ന്. ഉണ്ടാക്കിയ പായസം. മോള് അതിന് ഈ അങ്കിളിന് മാപ്പ് തരണം. എന്താ അങ്കിൾ ഇങ്ങനൊക്കെ പറയുന്ന? എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ രാജുവിനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞ ഏറ്റവും വലിയ തെറ്റുകാരി ഞാന്. ചില സാഹചര്യങ്ങളിൽ മനസ്സിന്റെ സമനില തെറ്റി നമ്മളറിയാതെ പലതും പറഞ്ഞു പോവും. അതൊന്നും മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം എനിക്കല്ലേ അങ്കിളെ? ഈ വീടും വസ്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ രാജുവിനെ നഷ്ടായില്ലേ? സംഭവിക്കേണ്ടത് പലതും സംഭവിച്ചല്ലേ പറ്റുമോളെ. അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു കരുതിയാൽ മതി. ഒരുപക്ഷെ ദരിദ്രവാസികളായി ഞങ്ങളെ ഉയർത്താൻ വേണ്ടി ദൈവം കാട്ടിയ ഒരു കളിയായിരിക്കും ഇത്. അതൊക്കെ എൻ്റെ മോളും മറന്നേക്ക്. ഓർത്ത് വിഷമിക്കരുത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യത്തില് അങ്കിളിന് സന്തോഷായി. രാജുവിന് മോളോട് ഒരു പരിഭവമില്ല. മോൾക്കും രാജുവിനെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും. താമസിക്കാതെ നിങ്ങളൊന്നിക്കും. അങ്കിൾ, രാധമ്മയ്ക്കും പ്രിയച്ചിക്കൊക്കെ എന്നോട് വെറുപ്പായില്ലേ? അതൊന്നും സാരമില്ല. അതൊക്കെ പതുക്കെ മാറിക്കോളും. മോള് വേലക്കാരിയുടെ വേഷം കെട്ടി ഇവിടെ വന്നിരുന്നു അല്ലേ? രാജു ഓഫീസിൽ വന്നില്ല. കണ്ടേ പറ്റുമെന്ന് തോന്നിയപ്പോഴാങ്ങളെ ഞാൻ റിസ്ക് എടുത്ത് ഇതിനകത്ത് വന്നത്. അതൊക്കെ റിസ്ക് തന്നെയാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. രാധയും പ്രിയ നിന്നെ കണ്ടിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും മോളെ ചെയ്ത പറയുമായിരുന്നു. അപ്പോ ഞാനോ രാജു കയറി ഇടപെടും. പ്രശ്നം വഷളാവും. ഒരു നിമിഷം കൊണ്ട് ഈ വീടൊരു നരകമാവും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ. അല്ല, മോൾ എന്തിനാ ഇപ്പൊ വന്നത്? ഈ കയ്യിലിരിക്കുന്നത് എന്താ? അത് കുറച്ച് പായസങ്ങളെ ഞാനുണ്ടാക്കിയതാ. ഇത് രാജുവിന് കൊടുക്കോ? അല്ല, രാധയും പ്രിയ അറിഞ്ഞത് പ്രശ്നമാവും മോളെ. പക്ഷെ അങ്ങളെ, ഞാനുണ്ടാക്കിയ പായസം രാജു കഴിക്കുമല്ലോ. രാജുവിന് ഇഷ്ടമാവും. ഒന്ന് കൊടുക്കങ്ങളെ. ദൈവമേ, കുഴപ്പമാവാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും മോളിന്ന് താ. അവരുടെ ആരെയും കണ്ണിപ്പെടാൻ നിൽക്കണ്ട. മോള് പോവാൻ നോക്ക്. ആ പായസം കഴിച്ചാൽ രാജുവിന് മനസ്സിലാവും അത് ഞാനുണ്ടാക്കിയതാണെന്ന്. ആ ലതേ, കാവി കൊണ്ട് നേദിക്കാനുള്ള പാൽപ്പായസം റെഡിയായോ? നീ എന്തോന്നും മിണ്ടാത്തെ? അമ്മേ, ഇവള് പായസം ഉണ്ടാക്കിയിട്ടില്ല, അതാ മിണ്ടാത്ത. ഋതുമോള് കൊണ്ടുവന്ന പായസം അവിടെ ഇരിക്കണേ. പാവോ ദൈവമേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. നീ എന്താ ചെയ്യാത്തെ? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാലോ? അമ്മേ, ഇവൾക്കൊന്നും ഇവിടുത്തെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ദൈവമേ, ഇനി പായസം ഉണ്ടാക്കിയെടുക്കാൻ 1 മണിക്കൂർ പിടിക്കുമല്ലോ. എന്താ അമ്മേ പ്രശ്നം? എടാ, അമ്പലത്തിൽ കൊണ്ടുപോയി നേദിച്ച് വാങ്ങാനുള്ള പാൽപ്പായസം ലത ഉണ്ടാക്കിയിട്ടില്ല. അല്ല, പായസം ഇപ്പോ ലത തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ. ഞാനുണ്ടാക്കിയിട്ടുണ്ടല്ലോ.
അല്ല അച്ഛനെപ്പ പായസം ഉണ്ടാക്കി? നീ ലതയോട് പായസം ഉണ്ടാക്കാൻ പറയുന്ന കാര്യം ഞാൻ കേട്ടു. അമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ, അപ്പൊ അതിന് ശുദ്ധി വേണം. അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ ഉണ്ടാക്കി. അതേതായാലും നന്നായി വേണുവേട്ടാ. ആ ഡാ, നീ ഒന്ന് രുചിച്ചു നോക്കിയേ. ദാ, രുചിച്ചു നോക്ക്. കഴിക്കുമ്പോ നിനക്ക് മനസ്സിലാവും ആരാ ഉണ്ടാക്കിയെന്ന്. ഋതു ഉണ്ടാക്കിയ പായസം. ഞാനുണ്ടാക്കിയ പായസമാണെന്ന് രാജുന് മനസ്സിലായി. ദൈവമേ, അപ്പൊ രാജുന് എന്നോട് പിണക്കൊന്നുമില്ല. ഡാ, ഇത് അമ്പലത്തിൽ കൊണ്ടുപോകാനല്ലോ അല്ലേ? അമ്മേ, ഏതെങ്കിലും ഒരു ദേവന് നേദിച്ച പോരെ? ഞാനും ഒരു ദേവനാ. ഇത് എനിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നങ്ങ് കരുതിയാൽ മതി. എന്തൊക്കെ ദൈവമേ ഈ നാട്ടിൽ നടക്കുന്നേ? ഇത് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ നാടായി മാറിപ്പോയല്ലോ. ഇവൻ അങ്ങനെ എന്നെ കൂട്ടാതെ അമ്പലത്തിൽ പോകണ്ട. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അത് ഞാനും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാനുള്ളപ്പോ അവളുടെ ഒരു അഭ്യാസവും വില പോവില്ല. അതൊക്കെ ഞാൻ കൈയോടെ പിടിക്കും. മോനെ പ്രതാപ, ആ ചേച്ചി ഇതെങ്ങോട്ടാ? ഞാനേ അമ്പലത്തിലേക്ക് പോവുക. ആ, നല്ല കാര്യം. മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ. അതെ,